ഇമ്പോർട്ടഡ് ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സിംഗിൾ പീസ് ഡ്രസ് ആട്ടോ. അപ്പൊ ഇതിന്റെ തന്നെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളല്ല, ബ്ലാക്കും മാത്രം കുറച്ചൊരു ബ്രൈറ്റ്, ബാക്കി 3 പേസ്റ്റൽ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഒരു ഡാർക്ക് ഒരു ഡസ്റ്റി ഒരു പീച്ച് ഷെയ്ഡ് എന്ന് പറയുന്നത്, അതിനകത്ത് ചെറുതായിട്ടൊരു ബ്രിക്ക് കളർ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. അപ്പൊ ടോപ്പ് വന്നേക്കുന്നത് വിത്ത് 1 സൈഡ് പോക്കറ്റ് ആണ്, നല്ലൊരു ടെക്സ്റ്റൈൽ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു ലൈൻസ് ഒരു ചെക്സ് പാറ്റേൺസിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഷീൻ വാഷബിൾ ആണ്, അയൺ ഫ്രീ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. വിത്തൗട്ട് ലൈനിങ്ങിലേക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റം. പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് 650. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ചും പിങ്കും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആട്ടോ, ഒരു ഗ്രേ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ബ്ലൂ എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് വന്നേക്കുന്ന ഒരു ചെറിയൊരു കോളർ നെക്ക് പാറ്റേണിലേക്കും ഇവിടേക്കായിട്ട് ഷോ ബട്ടൺസും ആണ്. സെന്ററിലേക്കായിട്ടാട്ടോ ഇതിന്റെ സ്ലിറ്റ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മഡ് ഗ്രേ ഷെയ്ഡിലേക്കാട്ടോ, നല്ല രസമുള്ള ഷെയ്ഡ്. അതിനകത്തേക്ക് പിങ്ക് കളറിലെ ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. ഒരു വിസ്കസ് നേച്ചറിലേക്ക് ഒരു നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രൈസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഐറ്റംസ് നമ്മൾ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകും. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറ്റുന്നത്രയും ക്വാണ്ടിറ്റി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വാട്സാപ്പിനകത്ത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കഴിയുന്നു എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ തന്നെ മാക്സിമം വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. പറ്റുന്നത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും.